എന്റെ സുഭദ്ര, നീ ഇങ്ങനെ കരയാതെ. രാമ, എന്നെ കൊണ്ട് കഴിയുന്നില്ല. എന്റെ സുഭദ്ര, ഞാൻ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു വരും. ഒരാഴ്ച അതിൽ കൂടുതൽ നീളില്ല, സത്യം. എന്നാലും രാമ, എനിക്ക് എനിക്ക് നീയില്ലാതെ. സുഭദ്ര, നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്നെ യാത്രയാക്കല്ലേ. എന്നെ കൊണ്ട് പറ്റുന്നില്ല രാമ. എന്തായാലും എന്റെ മനസ്സിനിപ്പോ ഒത്തിരി സന്തോഷമുണ്ട്. അതെന്താ? എന്നെ സ്നേഹിക്കാനും എന്നെ കാത്തിരിക്കാനും കാട്ടില് ഒരു പെണ്ണുണ്ടല്ലോ. ആ, ഉണ്ട്. ഞാൻ ഇവിടെ തന്നെയുണ്ട് രാമ. ഞാൻ നിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകും, അധികം വൈകിപ്പിക്കാതെ തന്നെ. എന്റെ വീട്ടുകാരോട് എനിക്കൊന്ന് സംസാരിക്കണം. അത്രമാത്രം സമയം നീ എനിക്ക് തരണം. ശരി രാമ. കരയാതെ പെണ്ണേ. രാമ, ദേ, നിന്റെ അച്ഛനെങ്ങാനും കണ്ട വലിയ പ്രശ്നമാവട്ടോ. പോരാത്തതിന് നീ പെട്ടിരിക്കുന്ന വസ്ത്രം, അയ്യോ, അത് ഞാനെങ്ങാനും വാങ്ങിച്ചു തന്നതാണെന്ന് പറഞ്ഞ നിന്റെ അച്ഛൻ എന്നെ കൊല്ലും. ഏയ്, അച്ഛനൊന്നും കാണില്ല. അതെന്താ ഇത്ര ഉറപ്പ്? അച്ഛൻ നാട്ടുകാരെ ആ കിണർ കാണിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയതാ. ആ, അതേതായാലും നന്നായി. അല്ല ദേവിയായ, നീ എന്നിട്ട് പോയില്ലേ അവിടേക്ക്? ഞാൻ ആദ്യം തന്നെ പോയി വന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് തീരെ സുഖമില്ലാന്ന്. എന്നാ പിന്നെ സമയമില്ല. എനിക്ക് ഇവിടുന്ന് ഇപ്പൊ ഒരു ട്രെയിൻ ഉണ്ട്, അപ്പൊ ഞാൻ പോവാട്ടോ. അയ്യോ രാമ, നീ പോവാന്ന് പറയുമ്പോ എന്റെ മനസ്സിന് വല്ലാത്തൊരു വിങ്ങല്. എന്റെ പെണ്ണെ, ഞാൻ പോയിട്ട് തിരിച്ചിങ്ങ് വരുന്നു പറഞ്ഞില്ലേ? ശരി, എന്നാ നീ പോയിക്കോ. ഇത് രാമനും സുഭദ്രയാണല്ലോ. ആ, ഇതാര്? സുഭദ്ര, ദേ നിന്റെ സുഹൃത്ത് രാധ വന്നിരിക്കണു. രാധ, എന്ത് പറ്റടി, മുഖം വല്ലാതിരിക്കുന്നു? അല്ല, രാമനത് എങ്ങോട്ടാ പെട്ടിയും കിടക്കിയൊക്കെ ആയിട്ട്? ഞാൻ തിരിച്ചു നാട്ടിലേക്ക് പോവാണ്. ഓ, അപ്പൊ അതാണ് കാര്യം. അതെടി, രാമൻ പോവാ. അല്ലടോ, താൻ പോയിട്ട് എപ്പോ തിരിച്ചു വരും? ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും. വന്നേക്കണം. താൻ പോടോ. എന്റെ സുഭദ്രക്ക് എന്നെ വിശ്വാസമുണ്ട്, തന്നെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഏയ്, ഞാൻ വെറുതെ പറഞ്ഞതാ. തന്നെ വിശ്വാസത്തിന് കുറവൊന്നുമില്ല എനിക്ക്. എന്നാ ശരി, ഞാൻ ഇറങ്ങുവാണേ. രാമ, എന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. ഇല്ല സുഭദ്ര, നീ കരഞ്ഞോണ്ട് നിൽക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. ഞാൻ പോവാ. ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം. ശരി. രാമ, എന്റെ രാമൻ, എന്റെ രാമൻ. എന്റെ സുഭദ്ര, ഇങ്ങനെ കരയാതെ. എന്നാലും രാധ, അവൻ എടി, അവൻ തിരിച്ചു വരും. നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കേ. ഒരാഴ്ച കഴിയണം എനിക്കിനി എന്റെ രാമനെ കാണണമെങ്കിൽ. ദേ, ഒരാഴ്ചക്ക് അങ്ങ് വേഗം പോവും. നീ വിഷമിക്കാതിരിക്കും പെണ്ണെ. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. പക്ഷേ അവൻ വന്നില്ല. പക്ഷേ സുഭദ്ര പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു. രാമ, നീയല്ലേ പറഞ്ഞേ ഒരാഴ്ച കഴിഞ്ഞ തിരിച്ചു വരുമെന്ന്? എന്നിട്ട് നീ എന്താ വരാത്തെ? നിന്റെ ഒരു തൊപ്പി നീ ആ വീട്ടില് മറന്നു വെച്ചിട്ടാ പോയത്. ഇതെപ്പോഴും ഞാൻ എടുത്ത് നോക്കാറുണ്ട്. നിന്നെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. നീ എപ്പോഴാ എന്റെ അരികിലേക്ക് വരിക? ഒരാഴ്ച കഴിഞ്ഞ് വരുന്നു പറഞ്ഞിട്ട് നീ എന്താ വരാത്തെ? ഒരു മാസായില്ലേ ഞാൻ കാത്തിരിക്കുന്നു. നിനക്ക് എന്താ പറ്റിയ രാമ? സുഭദ്ര, മോൾ എന്തെടുക്കും അവിടെ? ഏയ്, ഒന്നുമില്ലമ്മ. ഇതെന്താ മോളെ കയ്യിലൊരു തൊപ്പി? അത് പിന്നെ ഇത് രാധയുടെ തൊപ്പിയാ. ഓ, രാധയുടെ തൊപ്പിയാണോ? എന്നാ അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. ആ അമ്മ, ഞാൻ തിരിച്ചു കൊടുക്കാൻ പോവാ. അല്ല മോളെ മുഖത്തെന്താ വല്ലാത്തൊരു വിഷമം? മോക്ക് എന്താ പറ്റിയേ? ഏയ്, ഒന്നുമില്ല. കിണറ്റിലെ വെള്ളം കണ്ട അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മോളെ മുഖത്ത് വല്ലാത്തൊരു വിഷമം. എന്ത് പറ്റിയ എന്റെ പൊന്നുമോക്ക്? ഏയ്, ഒന്നുമില്ല അമ്മ. അമ്മയുടെ ചുമ്മാ കള്ളം പറയാതെ പൊന്നെ. എന്ത് പറ്റിയ അമ്മയുടെ മുത്തിന്? പനിക്കുന്നുണ്ടടാ? ഇല്ല അമ്മ. പിന്നെന്താ മുഖം വല്ലാതിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. കൈതരി വിളിക്കണം അമ്മ. ഏയ്, വേണ്ട. കുറച്ച് ദിവസമായല്ലോ മോളെ മുഖത്ത് വല്ലാത്തൊരു ക്ഷീണം കാണുന്നുണ്ട് അമ്മ. ഒന്നുമില്ല അമ്മ. എന്താ മോളെ മോക്ക് ഛർദിക്കാൻ വരുന്നുണ്ടോ? അതെ അമ്മ. ഇതെന്താ പറ്റിയത്? രാവിലെ മോൾ എന്താ ഭക്ഷണം കഴിച്ചേ? അമ്മ, എനിക്ക് തോന്നുന്നു രാവിലത്തെ ഭക്ഷണം എന്റെ വയറ്റിന് പിടിച്ചിട്ടില്ലാന്ന്. എന്റെ ഈശ്വരാ, ഈ കുട്ടിക്ക് ഇത് എന്ത് പറ്റി? അമ്മ അച്ഛനോട് പറയട്ടോ. ഏയ്, വേണ്ട അമ്മ, ഇത് ഇപ്പൊ തന്നെ മാറും. ചിലപ്പോ ഗ്യാസ് കയറിയതായിരിക്കും. അതെ അമ്മ. ഞാനെന്നാല് ഗ്യാസിനുള്ള മരുന്ന് എടുത്തിട്ട് വരാട്ടോ. ഇതെന്താ ഈശ്വര, എനിക്കിപ്പോ ഒരു ഛർദി. ഈശ്വര, ഞാൻ ഗർഭിണിയാണോ? അമ്മ പറഞ്ഞ പോലെ എനിക്കിപ്പോ കുറച്ച് ദിവസമായിട്ട് നല്ല ക്ഷീണമുണ്ട്. പോരാത്തതിന് ഛർദിക്കാനും വരുന്നു.
അയ്യോ അയ്യോ എനിക്ക് പേടിയാവുന്നു. രാമ, നീ എവിടെയാ? നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ? എന്റെ വിഷമം ഞാൻ ആരോട് പറയും? എനിക്ക് തോന്നുന്നു ഞാൻ ഗർഭിണിയാണെന്ന്. രാമനാണെങ്കിൽ വരുന്നുമില്ല. വീട്ടുകാരോടൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ എന്റെ വിഷമം ആരോടും പറയാ. എന്നെ സഹായിക്കാൻ ആരുമില്ല. രാമ, നീ എവിടെയാ? ഇത് സുഭദ്രയല്ലേ ഇവിടെ ഇരിക്കുന്ന? ഇവളെന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്നേ? ഹേയ് സുഭദ്ര. രാധ, നീയോ? എന്താ സുഭദ്ര, എന്ത് പറ്റി? മുഖം വല്ലാതിരിക്കുന്നു. ഒന്നുമില്ല. അല്ല, നീ എന്തിനാ കരയുന്നേ? അത് പിന്നെ രാധ. എന്ത് പാടി, എന്ത് പറ്റി? എന്താ എന്നോട് പറ. എടി, രാമൻ അന്ന് പോയതല്ലേ, പിന്നെ വന്നിട്ടില്ല. അത് ശരിയാ, ഞാൻ എപ്പോഴും അത് ചിന്തിക്കാറുണ്ട്. അവൻ ഇതെവിടെ പോയി? നമുക്ക് വാക്ക് തന്നിട്ടല്ലേ അവൻ പോയത്. അതെ, പക്ഷെ ഇന്നേക്ക് 1 മാസായി രാമൻ കാട് വിട്ട് പോയിട്ട്. ഷോ, വല്ലാത്തൊരു ചതിയായി പോയി. അവൻ നിന്നെ ചതിച്ചോ സുഭദ്ര? ഹേയ്, അങ്ങനെയൊന്നും പറയില്ലടി. അങ്ങനെയൊന്നും രാമൻ ചെയ്യില്ല. പിന്നെന്താ അവൻ വരാത്തെ? എനിക്കൊന്നും അറിയത്തില്ല. നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കെ, അവൻ തിരിച്ചു വരും. വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താടി? അത് പിന്നെ എന്റെ സംശയമാണ്, സത്യമാണോ എന്ന് എനിക്കറിയില്ല. എന്താടി, നീ വെറുതെ മനുഷ്യനെ ബേജാറാക്കാതെ കാര്യം പറ. അത് വേറെ ഒന്നല്ലടി. ഞാൻ ഇന്ന് രാവിലേക്ക് ഒരുപാട് ഛർദിച്ചു. അയ്യോ, അതെന്ത് പറ്റി? അത് പിന്നെ നീ എന്ത് ഭക്ഷണം കഴിച്ചത്? എടി, ഭക്ഷണത്തിന്റെ ഒന്നും അല്ല. പിന്നെ അത് സുഭദ്ര, നീ പറഞ്ഞു വരുന്നത്? എനിക്ക് തോന്നുക ഞാൻ ഗർഭിണിയാണോന്ന്. സുഭദ്ര, നീ എന്തേ പറയുന്നേ? അപ്പൊ നിങ്ങൾ തമ്മിൽ പറ്റിപ്പോയടി. എന്റെ ഈശ്വരാ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്ക് ഉറപ്പൊന്നുമില്ല. എങ്ങനെയപ്പോ മനസ്സിലാവുക? അത് പിന്നെ പട്ടണത്തിൽ പോയാ എന്തോ ഒരു കുന്ത്രാണ്ടുണ്ട് ഗർഭിണിയാണോ നോക്കുന്നേ. ആണോ? അതിപ്പോ എങ്ങനെ കിട്ടും? നാളെ ഞാൻ പട്ടണത്തിൽ പോകുന്നുണ്ട്, ഞാനത് വാങ്ങിച്ചിട്ട് വരാം. എന്നാ നീ എത്രയും പെട്ടെന്ന് വാങ്ങിച്ചിട്ട് വാ. നാളെ തന്നെ ഞാൻ വാങ്ങിക്കാതെ. എന്നിട്ട് നമുക്ക് നോക്കാം നിന്റെ സംശയം സത്യമാണോന്ന്. ശരി. എന്നാലും ഈ രാമൻ ഇത് എവിടെ പോയി? കല്ലടി, നമ്മള് എവിടെയാ വെച്ച് അന്വേഷിക്കും രാമനെ? ആദ്യം നമുക്ക് നോക്കാം നീ ഗർഭിണിയാണോ ഗർഭിണിയല്ലേന്ന്. ഗർഭിണിയാണെങ്കിൽ അവൻ ഒരിക്കലും വിട്ടുകൂടാ. അവനെ തേടി നമ്മൾ പോവും, അത്ര തന്നെ. അവനെ നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യും. പക്ഷെ രാമന്റെ വീട് എവിടെയാന്നൊന്നും എനിക്ക് അറിയത്തില്ല. അതൊക്കെ കണ്ടുപിടിക്കാനാണോ ഇത്ര പ്രയാസം? പക്ഷേ ഞാനെങ്ങനെ പട്ടണത്തിലേക്ക് വരും? അതിനൊക്കെ എന്റെ കയ്യിലൊരു വിദ്യയുണ്ട്. നാളെ തന്നെ ഞാൻ ആ കുന്ത്രാണ്ടം വാങ്ങിക്കും. എന്നിട്ട് നമുക്ക് നോക്കണം നീ ഗർഭിണിയാണോ അല്ലേ എന്ന്. എന്നിട്ട് നമ്മൾ രണ്ടുപേരും പട്ടണത്തിലേക്ക് പോകുന്നു. ശരി രാധാ, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. നീ പേടിക്കാതിരിക്കും സുഭദ്ര, സംഭവിച്ചതെല്ലാം നല്ലതിന്. ഇനി സംഭവിക്കാൻ പോണത് നല്ലതിന്. ഞാനില്ലേ, നീ വെറുതെ കരയാതെ കരച്ചിൽ നിർത്ത്.